പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു വികാരമായി പടർന്ന ഫ്ലവേഴ്സ് ഇനി മുതൽ പേ ചാനൽ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. എനിക്ക് മറ്റേ പള്ളിയിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നല്ലോ. പതിനാലാം രാവിന്റെ കുളിർത്തിങ്കൾ ഞാൻ ഏകജലംബു ചാർത്തും കാമദൂതി ഞാൻ. 14 രാവിന്റെ കുളിർത്തിങ്കൾ ഞാൻ. കയ്യത്താത്തമാണ് കൊമ്പത്തെ പൊൻപൂ, കയ്യത്താത്തമാണ് കൊമ്പത്തെ പൊൻപൂ. എന്തോന്നാണ്? അയ്യോ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അറബിക്കിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ബുക്ക് എടുത്തില്ല. ഒരു അറബിയിൽ ഒരു കവിത ചൊല്ലി കേക്കട്ടെ. വരവാ, സൂപ്പർ. ഞാൻ ഉദ്ദേശിച്ച അതേ കവിത. കറക്റ്റ്. മോഹരവേഷം. അത് കഴിഞ്ഞിട്ട് കാളിന്തി തടത്ത് എന്ന് പറഞ്ഞപ്പം ഉണ്ടാകുന്നു. നമ്മളിങ്ങനെ നോക്കായിരുന്നു, എന്തരിത് പാടുന്നില്ലേ എന്നൊക്കെ നോക്കിയപ്പോഴാണ് താങ്ക് യു സർ, അത് മനസ്സിലായി തീർന്നെന്ന്. സ്നേഹ ഇസ് ദ മെലഡി ക്വീൻ ആണ്. എപ്പോഴും ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ മെലഡി സോങ്സിനെ നല്ലോണം അവതരിപ്പിക്കും. എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ എങ്ങനെയുണ്ട്? ആർക്കറിയാം. പ്രതീക്ഷിച്ചിരിക്കവേ സ്നേഹ ഇത്രേ തരൂ എന്ന് പറഞ്ഞ അത് മോശമായി. അത് മോശമായി. അത് ശ്രീമാറന്റെ മുഖത്ത് നോക്കി ഇത്രേ തരുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്ന. ഇത് മുഴുവൻ തന്നിരുന്നെങ്കിൽ ഒരു 2 കറങ്ങുന്ന കോഴിയെ വാങ്ങിച്ചു കൊടുക്കാൻ. കോഴിക്ക് അറബിയിൽ എന്ത് പറയും? കോഴിക്ക് അറബിയില് പറ ദിശേഷ്. അറബി നാട്ടിൽ നിന്ന് ഒരു കത്തിങ്ങി വരും. ഇതൊക്കെ കേട്ടിട്ട് ഫേസ് ഇതൊക്കെ ശരിയെന്നേ? ഇല്ല ചേട്ടാ, ഞാൻ കഴിച്ച കോഴിയുടെ പേര് ദിശേഷ് എന്നല്ലെന്ന്. വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂങ്ങുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു. ഈ പാട്ടിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ചേട്ടാ, എന്തോ ഇന്നിപ്പോ ഈ സീറ്റിലിരിക്കുമ്പോഴേ ഞാൻ വളരെ ഇൻപേഷ്യന്റ് ആണ്. എനിക്ക് സത്യത്തിൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞില്ല. എന്തേലും ചെയ്യേട്ടാ. അയ്യോ, ഇതാരത്? നമ്മുടെ മീനൂട്ടി കാണാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആണോ? ഇതാരത്? എന്റെ കുഞ്ഞാവാ. എന്റെ കുഞ്ഞാവേ, എന്റെ അനിയൻ. അങ്ങനെ പറ. വെൽക്കം ടു ടോപ് സിംഗർ. അവൻ നോക്കുന്നല്ലേ. മോനെ, ഈ മീനൂട്ടി ചേച്ചി എങ്ങനെയാ വീട്ടില്? നല്ല വഴക്കാളിയാണ്. അവന്റെ മനസ്സെന്ന് പറഞ്ഞത്. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ചൻ.
സ്നേഹവേദിയിൽ ആഘോഷം ഒരുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ. ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി. ആദിയിൽ വചനമുണ്ടായി. ഹായ് MG അങ്കിൾ. ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ഹായ് ഹായ് ഹായ്. അനു ചേച്ചി. നീ പാതി ഞാൻ പാതി കണ്ണേ, അരികിൽ നീ ഇன்று തൂങ്ങാതെ കണ്ണേ. നീ இல்லையே ഇനി ഞാനില്ലയേ ഉയിർ നീയേ. നീ പാതി ഞാൻ പാതി കണ്ണാ കണ്ണാ, അരികിൽ നീ ഇன்று തൂങ്ങാതെ കണ്ണേ. ഹായ് വിധുമാമൻ. രാക്കിളി തൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം, ഒരു വേനലിൻ വിരഹബാഷ്പം, ജലതാളമാർന്ന മഴക്കാലം, ഒരു തേടലായി മഴക്കാലം. ഹായ് ഹായ്. സംഗീത വിരുന്നിനെ വർണ്ണാഭമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ഭാവരാഗ സംഗമ വേദിയിലെത്തുന്നു നമ്മുടെ ഭാവഗായകൻ ജയ്ഡൻ. വെൽക്കം ജയ്ഡൻ ഓൺ സ്റ്റേജ്. ജഡോ, എന്തോ ജേഡിനെ കുറച്ച് ദിവസമായിട്ട് കാണാത്തോണ്ട് എനിക്കൊരു മനപ്രയാസം. ആ, ഏത് പാട്ടാ പാടുന്നവൻ? കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന ഭയങ്കര താഴ്വട്ടം എന്ന സിനിമയിലെ. അയ്യോ, ഇതിന് എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. കാരണം എൻ്റെ വലിയൊരു ഓർമ്മയാണ്. ഞാൻ സ്വപ്നങ്ങളിൽ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ചിത്രമാണ് ഈ കൂട്ടിൽ നിന്ന് മേട്ടിൽ വന്ന. ഇതിനകത്ത് തന്നെ ഞാൻ പൊന്നുവീണെ പാടിയിട്ടുണ്ട്, വേറെ പാട്ടുകളൊക്കെ ഇതിനകത്ത് പാടിയിട്ടുണ്ട്. എൻ്റെ കളഭം ചേർത്തും പാടിയിട്ടുണ്ട്, പിന്നെ ഏതൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ പാട്ടിനെ പറ്റി ഒരു ചെറിയ കഥയുണ്ട്. ഒരു ചെറിയ കഥ കേട്ടോ. അത് ഞാൻ ഇത് പാടി കഴിഞ്ഞ് പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ആകാശം താഴുന്നു, നീഹാരം തൂവുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം
നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. സംഗീതം കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു, നീഹാരം തൂവുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ചെയ്തോ എന്തോ നന്നായിട്ട് പാടിയോനെ. താങ്ക് യു. കാരണം ഈ പാട്ട് കുറച്ചൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എനിക്കില്ലാത്ത പോലെ തോന്നും. അതെന്താ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പാട്ടിന്റെ മറ്റേ ഫീലേ ഉണ്ടാണോ? ആ, ഈ പാട്ടിനോടുള്ള പ്രേമം കൊണ്ട്. ഓക്കെ. ഈ പാട്ടിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് എന്ന ഒരു ചിത്രമാണ് താളവട്ടം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടൊരു ഓർമ്മ വരുന്നു. AVM RR സ്റ്റുഡിയോ, സമ്പത്ത് സാറാണ് അതിൻ്റെ റെക്കോർഡിസ്റ്റ്. ഈ പാട്ടിൻ്റെ ട്രാക്ക് പാടുന്ന ഞാനാണ്. അപ്പോൾ അന്ന് ആ AVM RR സ്റ്റുഡിയോയുടെ നടുക്ക്, അതായത് ഓരോ ബൂത്തുണ്ട്, സൈഡിൽ ഓരോ ബൂത്തുണ്ട്, ഓരോ റൂംസ് ഉണ്ട്. ബൂത്ത് മീൻസ് റൂംസ്. ആ റൂമിലാണ് നമ്മൾ റിഹേഴ്സൽ കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഈ വോയിസ് ലീക്ക് ചെയ്യാതെ, അതായത് ഇപ്പം വയലിൻ വായിക്കുന്നത് ഒരു സെക്ഷനുണ്ട്, തബല വായിക്കുന്ന സെക്ഷനിൽ നിന്ന് തബല ഫ്ലൂട്ടിൻ്റെ അടുത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി കണ്ണാടി കൂടുകളുണ്ട്. പക്ഷേ ഈ റിഹേഴ്സൽ സമയത്ത് എല്ലാവരും വെളിയിൽ ഇറങ്ങിയിട്ട് ഈ വലിയ ഹാളിൽ, അതായത് ഒരു സിനിമാ തിയേറ്ററിൻ്റെ അത്രയും തന്നെ ഉണ്ട് അന്നത്തെ സ്റ്റുഡിയോ, വലിയ സ്ക്രീനും ഒക്കെ ആയിട്ട് ആ വലിയ ഹാളിൽ ഇതുപോലെ ഇതിൻ്റെ റിഹേഴ്സൽ സമയത്ത് മുരളി എന്ന് പറഞ്ഞ ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. വർക്കലക്കാരനാണ് അദ്ദേഹം. ഇപ്പോഴും മദ്രാസിലുണ്ട്. അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ് ഇപ്പോഴും. അന്ന് കീബോർഡ് വായിക്കുമായിരുന്നു, പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ഞാൻ ഈ ഇതിലൂടെ ഞാനൊരു ഹായ് പറയുകയാണ്. ഇനി കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം
അന്ന് ആദ്യമായിട്ട് മുരളി ആ കീബോർഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മിക്സറിൽ നിന്ന് ഒരു മൈക്ക് എനിക്ക് എടുത്തു തന്നു. സാധാരണ ഇത് റിഹേഴ്സൽ എടുക്കുമ്പോൾ നമ്മളെ നടുക്ക് നിർത്തിയിട്ട് നമ്മൾ ഉറച്ച് പാടും. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം എന്ന് പാടുമ്പോൾ ഇത്രയും ഓർക്കസ്ട്ര ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് വളരെ ഫീബിളായിട്ടേ കേൾക്കത്തുള്ളൂ. അത് കാരണം നമ്മൾ ഉറച്ച് വിളിച്ച് പാടണം. പക്ഷേ ഇദ്ദേഹം നല്ല റിവർബൊക്കെ ഉള്ള ഒരു മൈക്ക് മിക്സറിൽ നിന്ന് കുത്തി എനിക്ക് എടുത്തു തന്നു. അതിൽ ഞാൻ ഈ പാട്ട് മുഴുവനായിട്ട് ട്രാക്ക് പാടി. അതായത് ഓർക്കസ്ട്രയുടെ കൂടെ ട്രാക്ക് പാടിയത് ഇപ്പോഴും എൻ്റെ ചെവിയിലിരിക്കുകയാണ്. ആ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വരികയാണ്. ഇത് ട്രാക്ക് പാടിയത് പാടാൻ കിട്ടിയ ഒരു മഹാഭാഗ്യം എനിക്കാണ്. അതിനുശേഷം ദാസേട്ടൻ വന്ന് പാടിയപ്പോഴും കേൾക്കാൻ, അത് കൺസോളിലിരുന്ന് കേൾക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കൂടെ, രണ്ടാമത്തെ ഭാഗ്യം. ഇത് സംഗീത സംവിധാനം ചെയ്തത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ചേട്ടന്മാരാണ്. ഒന്ന് മണിച്ചേട്ടൻ, രാജാമണിച്ചേട്ടന്, ഒന്ന് രഘുചേട്ടൻ, രഘുകുമാർ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത പാട്ടുകളാണ് ഈ താളവട്ടം എന്നുള്ള പടത്തിൽ. അവരുടെ ആത്മാവിന് ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രണാമം അർപ്പിക്കുകയാണ്. മോൻ ഇന്ന് നന്നായിട്ട് പാടി. കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു. അതായത് ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് കുറച്ച് പെപ്പിയാവണം. മോൻ്റെ കുറേ പോർഷൻസ് നന്നായിരുന്നു. എവിടെന്നറിയോ? തേനിതളണികൾ തേനിതനിൽ തെന്നൽ നറും 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 മണം എങ്ങും വീശി തന്ന തന 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 തനനനാനാനി. ആ പോർഷനൊക്കെ വളരെ നന്നായിരുന്നു. പക്ഷെ എങ്കിലും നമ്മുടെ ടോട്ടലായിട്ടൊരു സോങ് നോക്കുമ്പോൾ താളം വന്നിട്ട് കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം പൂക്കുന്നു, ഇരുളലകൾ അകലുന്നു തരിരരനാ തനനാനാ നാനം നോക്കി. ആ വാനം നോക്കിയൊക്കെ ഉണ്ടല്ലോ, വാനം നോക്കി പൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. അതാണ് അന്ന് മണിച്ചേട്ടനും രഘുചേട്ടനും എനിക്ക് പഠിപ്പിച്ചെന്ന് ട്രാക്ക് പാടാൻ. അതുപോലെ തന്നെയാണ് ദാസേട്ടനും പാടിയിരിക്കുന്നത്. അതായത് കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ മാറി. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം അവിടെ മെലഡി വരും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിഷ് ചെയ്യുന്ന ഒരു ഗാനമാണിത്. ഇതിന്റെ പിക്ചറൈസേഷൻ അസലായിട്ടുണ്ട്. മോഹൻലാല് പൈൻ മരങ്ങളുടെ ഇടയിലൂടെ, അത് ജഗദീഷ് ശ്രീകുമാർ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ കണ്ടു പൈൻ മരങ്ങളുടെ ഇടയിലൂടെ 2 മിഥുനങ്ങൾ ഓടുന്നത് കണ്ടു, അവസാനം അടിയും കിട്ടും സോമചേട്ടൻ. അതൊക്കെ ഒരു ചരിത്രമാണ്. അതൊക്കെ എന്തായാലും മോൻ പാടിയത് മോശമല്ല. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ജഡ, എന്തോ ഇന്നിപ്പോ ഈ സീറ്റിലിരിക്കുമ്പോഴേ ഞാൻ വളരെ ഇൻപേഷ്യൻ്റ് ആണ്. ആണോ? എനിക്ക് സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞത്. ഇത് എന്തെങ്കിലും ചെയ്യേട്ടാ. എന്തോ ചെയ്യും ഇപ്പോ? ഞാനിപ്പോ ശ്രീമാരേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഒരു കുറ്റമെങ്കിലും കണ്ടുപിടിക്കാൻ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. നീ പാടിയതിൽ എന്തെങ്കിലും ഒരു കുറ്റം എനിക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? സാർ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു കുറ്റം കണ്ടുപിടിച്ചു. ഞാനൊരു കുറ്റം കണ്ടുപിടിച്ചു. എന്താണ് കണ്ടുപിടിച്ചത്? പറയാം സാറേ. അപ്പം ഞാൻ അവസാനത്തെ ഇരുളലകൾ പാടിയപ്പോ ചെറിയൊരു സ്ലിപ്പായി പോയായിരുന്നു. സ്ലിപ്പ് ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു സാർ. അപ്പൊ ഇപ്പൊ എനിക്കാണ് കുഴപ്പം, സ്ലിപ്പ് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ. അയ്യോ അല്ലല്ല, കുറച്ച് ഇയർ പ്ലഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു. അനുവിന് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, അനുവിന് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയോ? കുറ്റം കണ്ടുപിടിക്കാ കുറ്റമൊന്നുമല്ല, പാടിയതിനകത്ത് കുറച്ചുള്ള പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നം, ഒരു ശകലം അനുപല്ലവി. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ എന്റെ ഹെഡ്ഫോൺ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ എന്നുള്ളതാണ് സത്യം. അത് ഞാൻ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ജേടാ, നമ്മള് ചങ്കല്ലടോ. ചങ്ക. എടേ, ശ്രീഹരി
പറയാറില്ലേ അണ്ണന്റെ ചങ്കാണെന്ന്, അതുപോലെ നീ എന്റെ ചങ്കാടാ ഓക്കെ സർ. കേട്ടാ. മറക്കണ്ടേ, നീ നാളെ വരുമ്പോ മാറ്റി പറയല്ലേ ശ്രീഹരി പോലെ. ഇല്ല, ഞങ്ങൾ ചങ്ക് ബ്രോസ്. ചങ്ക് ബ്രോസ്, യെസ്. നീയാണ് എന്റെ ചങ്ക് ബ്രോ. സാർ തന്നെയാണ് എന്റെ ചങ്ക് ബ്രോ. ആ, ഈ പാട്ട് ചേട്ടൻ പറഞ്ഞ പോലെ അതിമനോഹരമായിട്ടുള്ള ഗാനാണ്. ആ ട എന്ന ആ അക്ഷരത്തിനോട് കുറച്ചും കൂടെ ഒരു ഇഷ്ടം നിനക്ക് തോന്നിയെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞു. എന്താണത്? കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന, ഇങ്ങനെ ഞാൻ പറയുന്നില്ലേ, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളി അല്ലേ, അല്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ് സ്ട്രെസ് ചെയ്യുന്ന ആ ഇട്ട. അപ്പൊ ഇട്ടയ്ക്ക് കുറച്ചും കൂടെ ഒരു സ്നേഹം കൊടുക്കണേ. ഒന്ന് പഠിക്കേ. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. അന്ന് ഒറിജിനൽ ഒന്ന് കേൾക്കണം. ആകാശം, അവിടെ കുറച്ചും കൂടെ ഒരു മെലഡി കൊണ്ടുപോടേ. ആകാശം അടി. ആകാശം ആകാശം താഴുന്നു, നീഹാരം തൂവുന്നു. പിന്നെ തരാര 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 താരേ ഇല്ലേ? ആ നോട്ട്സ് കുറച്ചും കൂടെ അത് ഡെഫിനേഷൻ കുറച്ചുകൂടെ കറക്റ്റാണ്. പഠിക്കേ. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി. കുറച്ചുകൂടെ ബെറ്റർ ആണ്, അത് വേണം കേട്ടാ. അതുപോലെ താര തര 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 അങ്ങനെ കട്ട് ചെയ്ത് പാടണം. എങ്ങനെയാണ് പാടുക? പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചൂടി, മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ പൂകി. എന്റെ അമ്മ എന്തൊരു സംഗതിയാണ് അത്. കൈയെടുക്കുക, ഉഗ്രം കൈയെടുക്കുക. അവിടെയുള്ള മരന്ത കണം അത് പാടും. മരന്ത കണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം കൂട്ടിൽ. കണ്ടോ ഒരു ഇത്, ആ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന് ആ ഡൈനാമിക്സ് കൂടെ കൊണ്ടുവരണം. അപ്പൊ സാമാന്യം കുറച്ച് കുറ്റങ്ങളൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എനിക്ക് സമാധാനം ഇപ്പൊ. ഇനി ഭയങ്കര ഹാപ്പിയായി. ഇനിയിപ്പോ ഈ സീറ്റിൽ ഇങ്ങനെ നല്ല രസമായിട്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി പാടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാക്കണം. ഞാൻ വെറുതെയാണ് പറഞ്ഞു. ഇനി കുറ്റത്തിലൂടെ പാടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഇടി വരും. ഞാൻ പറഞ്ഞേക്കാം, പെർഫെക്റ്റ് ആയിട്ട് പാടണം. ജേഡൻ നല്ല മിടുക്കനായല്ലോ. ഇപ്പൊ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നില്ലേ. അപ്പൊ എനിക്ക് ഇപ്പൊ നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷെ ചില സജഷൻസ് പറയാം. സജഷൻസ് ഫ്രം അവർ എക്സ്പീരിയൻസ്, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹായ് ജേഡു, വളരെ സ്മാർട്ടായിട്ടുണ്ട് ഇന്ന് കേട്ടോ. പാട്ട് എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജേഡന് എന്ത് പാടിയാലും എനിക്ക് ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഇന്ന് തോന്നി കുറച്ച് ഇൻകൺസിസ്റ്റൻസി അല്ലേ പിച്ചിങ്ങിൽ, കുറച്ച് കൂടുതലായിരുന്നു. ബിക്കോസ് ഒരുപാട് താഴെയുള്ള പോർഷൻസ് ഉണ്ട്. പിന്നെ ഇത് ശ്രുതി കൂട്ടിയാലോ മുകളിൽ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതുകൊണ്ടാണോ ഈ ശ്രുതി വെച്ചത്? അതെ അല്ലേ? സോ താഴെയുള്ള പോർഷൻസ് അത്രയ്ക്കും ഒന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അത് കൂടുതൽ ഫോഴ്സ് ചെയ്താൽ ഡിസ്റ്റോർട്ട് ആവും, അല്ലേ? ഇപ്പൊ പാടി കേൾപ്പിച്ചു അല്ലേ, ആ മഞ്ഞിൻ തുകിൽ പാടം ഇടും, അത് പാടിയപ്പോൾ അതിലും എനിക്ക് ഒരു പ്രാവശ്യം കൂടി അത് പാടി കേൾപ്പിക്കാമോ? മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ കുഴപ്പമില്ല, ഇപ്പൊ ശ്വാസം കിട്ടിയില്ല, എന്നാലും സുമതടങ്ങൾ കറക്റ്റായി. ഇത് നേരത്തെ പാടിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ചരണമാണ്. ചരണത്തിലെ ആ തേൻ തുടങ്ങി ആ ഫസ്റ്റ് 3 ലൈൻസ് അല്ലേ, അത് അതിമനോഹരമായിട്ട് പാടി. പക്ഷെ ഈ ലൈനിൽ ഇങ്ങനത്തെ ചെറിയ 4 വാക്കൊന്ന് കറക്റ്റായി വന്നാൽ പിന്നെ 5ാമത്തെ വാക്കിൽ എന്തെങ്കിലും ശ്രുതി പ്രശ്നം, അങ്ങനെ തോന്നി. എനിക്ക് വേണ്ടി ഒരു ചരണത്തിന്റെ തുടക്കം പാടാവോ? തേൻ കനിനിരകൾ തേനിതണികൾ തേൻ കനിനിരകൾ അത് കുറച്ചുകൂടെ ശ്രുതി. തേൻ കനിനിരകൾ തേനിതണികൾ തെന്നൽ നറും മലർ മണം എങ്ങും വീശി കാതിൽ കളം കുളിർ മൃദുസ്വരങ്ങൾ മൂളി ആനന്ദ പദങ്ങൾ തളർന്നു വണഞ്ഞു പറഞ്ഞു തരുന്നു നിൻ കിന്നാരം
കിന്നാരം. ഇപ്പൊ പാടി കേൾപ്പിക്കുമ്പോ ജേഡൻ വളരെ ഇന്റലിജന്റ് അല്ലേ, അപ്പൊ കറക്റ്റ് ചെയ്യുന്നു ഓരോ വാക്കായിട്ട്. പക്ഷെ എല്ലാം ചേർന്ന് വരുമ്പോ ചിലപ്പോ ഈ ഇൻകൺസിസ്റ്റൻസി ഇന്നും ഉണ്ടായിരുന്നു, എപ്പോഴും ഇല്ല ഈ പാട്ടിൽ. ബിക്കോസ് ഈ റേഞ്ചിന്റെ ഒരുപാട് ഡിഫറൻസ് അല്ലേ, താഴെയുള്ള നോട്ട്സും ഹൈ നോട്ട്സും. സോ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. എന്നാലും അതൊന്ന് ശ്രദ്ധിക്കാം ഇനി, അല്ലെങ്കിൽ പാട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജേഡൻ സ്മിത്ത്, എന്തോ ജേഡൻ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. പിങ്ക് ഷർട്ട്, അകത്ത് ബ്ലാക്ക് ടീഷർട്ട്, ബ്ലാക്ക് ട്രൗസേഴ്സ്, അതിൻ്റെ കൂടെ പോകുന്ന ഷൂസ്, കാലക്കാൻ ഒന്നും പറയാനില്ല. ചക്കരെ പാട്ട് നന്നായിട്ട് പാടി. ആസ് ഓൾവേസ് ഭാവഗായകനായതുകൊണ്ട് തന്നെ ഫീലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പിച്ചിൻ്റെ ഒരു കൺസിസ്റ്റൻസി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് നമുക്ക് കുറച്ചുകൂടെ ഒരു ടൈറ്റ് ആക്കാം നമ്മൾ പാടാൻ നേരത്ത്. ഇപ്പം ഇവരെല്ലാം പഠിപ്പിച്ചിരുന്നു കൂട്ടിൽ നിന്നും പിന്നെ തററ 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 തററ, അതൊക്കെ ഒരു ഭംഗിയും വേണം, എന്നാൽ കുറച്ച് ടൈറ്റും ആയിരിക്കണം. ആ ഋതത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ മനസ്സിലായില്ലേ ആ കോമ്പോസിഷൻ. നേരത്തെ ഇതിനു മുമ്പ് ജയൻചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കോമ്പോസിഷനിലേക്ക് സോങ്ങിലേക്ക് ഉള്ളിലിട്ട് ഇറങ്ങി വേണം നമ്മൾ പാടാൻ എന്നുള്ളത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം. അത് എൻജോയ് ചെയ്ത് നമ്മൾ നോട്ട്സിൻ്റെ പുറകെ പോവാതെ ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ മാത്രം പഠിക്കാതെ നമുക്ക് ആ ഓരോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒത്തിരി ഡൈനാമിക്സ് ഉള്ള പാട്ടാണിത്. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ച് മെയിൻലി ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പിച്ചിങ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജയ്ഡോ എന്തോ ജയ്ഡോ എന്തോ മാർക്ക് കേക്കണ്ടേ ആദേ ഒട്ടുമില്ല. ഒട്ടും ഇല്ലാതില്ല, ഉണ്ട്. 5 റൗണ്ടിൽ 500 മാർക്ക്. അതിൽ ജയ്ഡിന് എത്ര മാർക്ക് വേണം, അല്ലെ എത്ര മാർക്ക് കിട്ടണം? ഒരു 300 ഒരു 50 52 53 ഒരു 10 കൂടെ കൂട്ട്. 62 ഒരു 4 കൂടെ കൂട്ട്. 66 73.2% ഉണ്ട്. ജയ്ഡനിന്ന് എന്ത് ഗ്രേഡ് ഞാൻ കൊടുക്കേണം? ഇന്നൊരു എ ഡബിൾ വൗ കിട്ടുമോ സാറേ? വിട്ടുതരില്ല, ജയ്ഡൻ വിട്ടുതരില്ല. ജയ്ഡനിന്ന് എന്ത് ഗ്രേഡ് ഞാൻ കൊടുക്കേണം? മീനൂട്ടി ചൊല്ലു നീ, വെളുത്തുള്ളി ചൊല്ലു നീ. ഡബിൾ കൊടുക്കാലോ അല്ലേ? കൊടുത്തത് നീ കൊടുത്തു. പാട്ട് പാടിക്കൊണ്ട് പറ. വേണ്ട, അവന് വാവും മതി. പറ്റില്ല വാവും ഏ വൗ പറ്റില്ല. ഏ അൾട്ടിമേറ്റ് ആണോ സാറേ? അത് വേണ്ടെന്താ വെറുതെ പറഞ്ഞോ പൊന്ന് സാറേ പൊന്ന് സാറേ പൊന്ന് ഏ അൾട്ടിമേറ്റ് ആണോ? പൊന്ന് സാറേ പൊന്ന് സാറേ പൊന്ന് സാറേ പൊന്ന് സാറേ പൊന്ന് സാറേ സാറേ പൊന്നുസ്വാമിയാ. ഏ അൾട്ടിമേറ്റ് ആണോ? പൊന്ന് ചങ്കെ പൊന്ന് ചങ്കെ പൊന്ന് ചങ്കെ പൊന്ന് ചങ്കെ പൊന്ന് ചങ്കെ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടടേ. അതുകൊണ്ട് നിനക്ക് ഏതാ ഗ്രേഡ്? ഏ വൗ. Jayden is going to be awarded A wow -1 equals A ultimate today. Thank you sir. അപ്പൊ അടിയൊരു ബിസ്ക്കറ്റ് പൂക്കുറ്റി. Congratulations, you are awarded A ultimate. Thank you. അപ്പൊ ജയ്ഡോ ഓൾ ദി ബെസ്റ്റ്. Thank you.